വിടും ന്യൂസ് ബസിലേക്ക് റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാതിരപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ ഡോക്ടർ മറിയ ഉമ്മൻ മത്സരിക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ. മറിയ ഉമ്മനുമായി ആശയവിനിമയം നടത്തി മുതിർന്ന നേതാക്കൾ. മറിയ ഉമ്മനെ AK ആന്റണി ഫോണിൽ വിളിച്ചു. പ്രൊഫസർ N ജയരാജന് തടയിടാൻ മറിയ ഉമ്മൻ വരണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും മത്സരത്തിന് ഇറങ്ങിയാൽ കാതിരപ്പള്ളിയിൽ മത്സരം കടുക്കുമെന്ന് നേതാക്കൾ വിലയിരുത്തുന്നു. പാർട്ടി ആവശ്യപ്പെട്ടാൽ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മറിയ ഉമ്മൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മതമേലധ്യക്ഷന്മാരെ കണ്ടതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും മറിയ ഉമ്മൻ റിപ്പോർട്ടറിന്റെ പോഡ്കാസ്റ്റിൽ പറഞ്ഞു. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും നമ്മളോട് പലരും വന്ന് കൂടുതൽ ആക്റ്റീവ് ആകണം, മുമ്പോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് എൻകറേജ് ചെയ്യാറുണ്ട്. മുമ്പോട്ട് വരണം എന്ന് പറയുന്നത് അതൊക്കെ അത് അപ്പയോടുള്ള സ്നേഹമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതൊക്കെ വളരെ സ്നേഹത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കരിയർ, എൻ്റെ മുമ്പിലുള്ള ഇപ്പോഴുള്ള എൻ്റെ സോഷ്യൽ ആക്ടിവിറ്റീസ് അതുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ഇപ്പോഴുള്ള പ്ലാൻ. പിന്നെ അങ്ങനൊരു ആവശ്യവുമായിട്ട് വരികയാണെങ്കിൽ ആ സമയത്ത് എല്ലാവരുമായിട്ട് ചിന്തിച്ച് കുടുംബവുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഉചിതമായ ഒരു തീരുമാനം എടുക്കണമെന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സജോ ദേവസ്യ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സജോ, റിപ്പോർട്ടറിനോട് മറിയ ഉമ്മൻ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എന്തായാലും പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് മറിയ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കന്നി അംഗത്തിന് മറിയ ഉമ്മൻ ഇക്കുറി ഇറങ്ങുകയാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടോ? പക്ഷെ അങ്ങനെ ഉറപ്പിച്ചാൽ തന്നെ മറ്റൊരു സംശയം അവിടെ ഉടലെടുക്കുന്നത്, നേരത്തെ ചാണ്ടി ഉമ്മൻ പറഞ്ഞൊരു കാര്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻ മറിയ കൂടി കളത്തിലേക്ക് ഇറങ്ങിയാൽ അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ ശരിയാകും എന്നൊരു സംശയം കൂടിയില്ലേ സജോ? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ കൂടി സംസ്ഥാന രാഷ്ട്രീയത്തിൽ, സജീവ രാഷ്ട്രീയത്തിലേക്കൊക്കെ എത്തുമോ എന്ന വലിയ ആകാംക്ഷയുണ്ട്. ആ ആകാംക്ഷയ്ക്ക് ഉത്തരം ലഭിക്കാൻ ഉറപ്പായും കോൺഗ്രസിലെ ആഭ്യന്തരമായ കൂടിയാലോചനകൾ തീരും വരെ കാത്തിരിക്കണം, പ്രഖ്യാപനം വരെ കാത്തിരിക്കണം. പക്ഷേ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്താനുള്ള സന്നദ്ധത വരികൾക്കിടയിൽ അവർ ഉന്നയിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അതായത് പാർട്ടി ആവശ്യപ്പെട്ടാൽ അക്കാര്യം കുടുംബത്തോടക്കം ആലോചിച്ച് തീരുമാനിക്കും എന്നാണ് അവർ പറയുന്നത്. കാഞ്ഞിരപ്പള്ളിയെ സംബന്ധിച്ച് ഇക്കുറി ശക്തമായ മത്സരം പുറത്തെടുക്കണമെന്ന വലിയ ആവശ്യം പ്രാദേശികമായും അല്ലാതെ ജില്ലയിലെ നേതാക്കൾക്കും ഒരു വിഭാഗം നേതാക്കൾക്കുമെല്ലാം ഉണ്ട്. പ്രൊഫസർ N ജയരാജ് ആയിരിക്കും അവിടെ ഇടത് സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുക. അദ്ദേഹത്തിന് വലിയ അടിത്തറ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് ജയരാജിനെ വീഴ്ത്തുക അത്ര എളുപ്പമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സർപ്രൈസ് നീക്കം അവിടെ വേണം എന്ന അഭിപ്രായമുള്ള ധാരാളം നേതാക്കളുണ്ട്. അവരാണ് മറിയ ഉമ്മനെ പിന്തുണയ്ക്കുന്നത്. മുതിർന്ന നേതാക്കളും മറിയ ഉമ്മനുമായി അടക്കം ആശയവിനിമയം നടത്തുകയും സംസാരിക്കുകയും ചെയ്തു. ഈ കാര്യത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് 2 പേർ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുക, മത്സരിക്കുക, മത്സരരംഗത്തുണ്ടാവുക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്നതിൽ ചാണ്ടി ഉമ്മന് അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം അത് ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ സൂചനകൾ നേരത്തെ പങ്കുവച്ചിരുന്നു. അതാണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അതേസമയം കാഞ്ഞിരപ്പള്ളിയിലോ അതല്ലെങ്കിൽ ചെങ്ങന്നൂരിലോ മറിയെ മത്സരരംഗത്ത് ഇറക്കണം എന്ന നിലപാടുള്ള ധാരാളം നേതാക്കളുണ്ട്. അവരുടെ അഭിപ്രായം അവർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. എന്ന് മാത്രമല്ല വിവിധ സാമുദായിക സംഘടനകളുടെ പിന്തുണയും മറിയ ഉമ്മനുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സഭകൾ, NSS അടക്കമുള്ള സമുദായ സംഘടനകൾ എന്നിവരൊന്നും ഈ നീക്കത്തെ എതിർക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ വിവിധ സഭാ നേതാക്കളെയും സമുദായ സംഘടനാ നേതാക്കളെയും മറിയ സന്ദർശിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അനുകൂല നിലപാടാണ് അവർക്കുമുള്ളത്. ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കും മറിയ മത്സര രംഗത്തേക്ക് വരുന്നതിനോട് അനുകൂല നിലപാടുണ്ട്. പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളിയുടെ കാര്യത്തിലാണ്. കഴിഞ്ഞ തവണ പ്രതീക്ഷിച്ച ഒരു പ്രകടനം കാഞ്ഞിരപ്പള്ളിയിൽ പുറത്തെടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇത്തവണ അങ്ങനെ ഒരു പരീക്ഷണത്തിന് തയ്യാറാക്കുന്നതിൽ തെറ്റില്ല എന്ന അഭിപ്രായമുള്ളവരുണ്ട്. പക്ഷെ ആത്യന്തികമായി കൂടിയാലോചനകൾക്കൊക്കെ ശേഷമായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് നേതൃത്വം പോവുക. ശരി, സജോ ദേവസ്യാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും സജോ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി രാഷ്ട്രീയത്തിലേക്ക് എത്തുകയാണോ എന്നുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം.